ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: രണ്ട് സംഖ്യകളുടെ ലസാഗു 320ഉം ഉസാഗ 32ഉമാണ്. അവയിൽ ഒരു സംഖ്യ 64 ആയാൽ മറ്റേ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ രണ്ട് സംഖ്യകളുടെ ലസാഗുവും ഉസാഗയും നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആ രണ്ട് നമ്പറിൽ ഒരു നമ്പർ 64 ആണെന്ന് തന്നിട്ടുണ്ട്. മറ്റേ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട നമ്പർ നമുക്ക് ആ സംഖ്യയെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ 3 ഫോർമുല അറിഞ്ഞിരിക്കണം. രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്തിന് തുല്യമായിരിക്കും? ആ സംഖ്യകളുടെ HCFും LCMന്റെയും പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. അപ്പൊ ഈ ഫോർമുലയിൽ നിന്നാണ് ബാക്കി രണ്ട് ഫോർമുല നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും LCMും തന്നിട്ട് HCF ചോദിച്ചു കഴിഞ്ഞാൽ തമ്മിൽ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇനി തിരിച്ച് രണ്ട് സംഖ്യകളുടെ ഗുണനഫലവും HCFും തന്നിട്ട് LCM ആണ് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അവിടെയും ഡിവിഷൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഈ 3 ഫോർമുല എന്ത് ചെയ്യുക? ഈ ഒരു പ്രോബ്ലത്തിന് അറിഞ്ഞിരിക്കണം. അതിൽ നമുക്ക് ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്താണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്, ഈ തന്നിരിക്കുന്നത് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ രണ്ട് സംഖ്യകളിൽ ഒരു സംഖ്യ ഞാൻ എക്സ് എന്ന് എടുത്തു, രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 64 ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്തിന് തുല്യമാണെന്നാ പറഞ്ഞേക്കുന്നത്? HCFന്റെയും LCMന്റെയും പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലസാഗുവിന്റെയും ഉസാഗയുടെയും ഗുണനഫലത്തിന് തുല്യമാണ്. അപ്പൊ ഇവിടെ ലസാഗുവും തന്നിരിക്കുന്ന 320ഉം ഉസാഗ എന്ന് തന്നിരിക്കുന്ന എത്രയാണ്? 32ഉമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഇതിന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ കിടക്കുന്ന 64നെ എന്ത് ചെയ്യുക? റൈറ്റിലോട്ട് കൊണ്ടുപോവുക അല്ലെ. ഇത് ലെഫ്റ്റ് സൈഡിലല്ലേ കിടക്കുന്ന, ഇക്വാളിറ്റിയുടെ ലെഫ്റ്റിലാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ റൈറ്റിലോട്ട് കൊണ്ടുപോയി നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എക്സിനെ കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് വരും നോക്കിക്കേ. എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരുണ്ട്? 320 × 32 ഉണ്ട്. ഇൻറ്റു 64 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് സൈൻ വേണം ഇടാൻ. മൾട്ടിപ്ലിക്കേഷന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. അപ്പൊ ഡിവൈഡഡ് ബൈ 64. ഇനി ഇത് ക്യാൻസലേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ വലിയ നമ്പറിനെ നമ്മൾ 64 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ക്യാൻസലേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 32ഉം 64ഉം 2 ടൈംസ് അല്ലേ, കാരണം 32 × 2 ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. അപ്പൊ വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക, അവിടെ വേണം നമ്മുടെ 2 എഴുതേണ്ടത്. 32 64ൽ 64 ആണ് വലിയ നമ്പർ. അപ്പൊ താഴെ വേണം നിങ്ങൾ കട്ട് ചെയ്ത വാല്യൂ ചെയ്യാൻ. ഓക്കെ അല്ലേ? എഴുതേണ്ടത് 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 320 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. 320യും 2യും നമുക്ക് എന്ത് ചെയ്യാം? 2ൽ തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വരും? 16 എന്ന് കിട്ടും. കൂടെ ഒരു 0യും കൂടെ ഉണ്ട്. അപ്പൊ 320 ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ 320യുടെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 160 എന്ന് കിട്ടും. മനസ്സിലായോ? സോ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ സി ആയ 160 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ 160യും 64ഉം തമ്മിലുള്ള ഗുണനഫലം എന്തിന് ഈക്വൽ ആണ്? ഈ നമ്പേഴ്സുകളുടെ 160യുടെയും 64ന്റെയും HCFന്റെയും LCMന്റെയും ഗുണനഫലത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ 3 ഫോർമുല എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വെക്കുക. രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒരു സംഖ്യയാണ് തരുന്നതെങ്കിൽ ആദ്യത്തെ ഫോർമുല യൂസ് ചെയ്യുക. അവിടെ HCFന്റെ LCM ചെയ്തിട്ട് തന്നിരിക്കുന്ന സംഖ്യ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? 2, 3ന്റെയും പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്